ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പം എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മോൻ്റെ സ്കൂൾ തുറന്ന് ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. അപ്പം മീറ്റിങ്ങിനാണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം ചെന്നപ്പോൾ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1:30-ക്ക് വന്നിട്ട് ഞാനവിടെ എത്തിയപ്പോൾ തന്നെ 2:15 ആയി. അപ്പം എന്താ ചെയ്യുക, നമ്മളിവിടെ നിന്നൊക്കെ വണ്ടി കിട്ടാൻ വലിയ താമസമായതുകൊണ്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ റോഡിൽ പോസ്റ്റായിട്ട് നിന്നതിന് ശേഷം വണ്ടി കിട്ടിയത്. പിന്നെ ആ ടൈമിൽ ഒരു 2 മണിക്ക് ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിലാണ് ഞാൻ. അപ്പം അവിടെ എത്തിയപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ഹാള് നിറച്ച ആൾക്കാരായിരുന്നു. അപ്പം അത് ഒരു ക്ലാസ്സിൽ മാത്രം പിള്ളേരുടെ അല്ല, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, LKG, UKG അങ്ങനത്തെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരുടെ അമ്മമാരും ഫാദേഴ്സും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേരങ്ങനെ കാണത്തേ ഉള്ളായിരിക്കും വരാതെ, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത്രത്തോളം നല്ല ആൾക്കാരായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മുടെ HM, പിന്നെ ഓരോ ടീച്ചേഴ്സ്, അങ്ങനെ മറ്റേ PT അംഗങ്ങളും എല്ലാവരും ഓരോരുത്തരുടെ സംഭാഷണമൊക്കെ കഴിഞ്ഞൊരു സമയമായി. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ അവർ സംസാരിക്കാനും തുടങ്ങിയതെല്ലാം കുറച്ച് നേരം എടുത്ത്. അപ്പോഴത്തേക്കും LKG, UKGയുടെ ഓരോ ക്ലാസ്സിലെ പിള്ളേരുടെ അമ്മമാരിങ്ങനെ ഭയങ്കരമായിട്ട് പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ പിള്ളേർ ബസ്സിൽ വരുമ്പോഴത്തേക്കും വലിയ പിള്ളേർ കയറി അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല, സ്ഥലം കൊടുക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ ഭയങ്കര കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട്. എന്തോന്ന് അറിയത്തില്ല ഇതുവരെയായിട്ടും. ഇപ്പം നമ്മുടെ മോനാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇങ്ങനെ വണ്ടി തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമേ അവനും ഉണ്ടായിരുന്നു. അവൻ്റെ വലിയ പിള്ളേരൊക്കെ ഇങ്ങനെ അവനോട് ഇങ്ങനെ ചെറിയതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിനത് ടീച്ചേഴ്സിനോട് പറഞ്ഞത് അങ്ങനെ ഇതാക്കത്തേയുള്ളൂ, അല്ലാതെ ഇങ്ങനെ HM-നോടൊന്നും ഇന്നേവരെ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അവരുടെ ക്ലാസ് ടീച്ചറോട് തന്നെ നമ്മൾ പറഞ്ഞ് അതങ്ങ് തീർപ്പാക്കത്തേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിള്ളേരല്ലേ എന്ന് വിചാരിച്ചിട്ടങ്ങ് പോട്ടെ പോട്ടെ വിട്ട് കളയും. പക്ഷേ ചിലവർക്കൊന്നും അത് പിടിക്കത്തില്ല. കുട്ടികൾ അത്രയും സമയമാണ് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പാരൻസ് വന്ന് എന്ത് പറയും, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നില്ല, ടീച്ചർമാരൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഒരാളെ മാറ്റി നിർത്തിയിട്ട് സംസാരിച്ചത് വേറെ ഒന്നുമല്ല, നല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ അവർ പറയുന്നത് ഫുൾ ഇംഗ്ലീഷിലാണ് പിള്ളേരോട് സംസാരിക്കേണ്ടത്. ഇംഗ്ലീഷിൽ പിള്ളേർ നല്ല എക്സ്പീരിയൻസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച്. ഇന്ന് നമ്മുടെ സമയം പോയതൊന്നും അറിയില്ല. ഏകദേശം 3:30 ആയപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ വൈൻഡപ്പ് ചെയ്തു. പിന്നെ ഞാനിന്ന് അവൻ ഇത് ബസ്സിലാണ് പോകുന്നുണ്ട്, ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ബസ്സിലില്ലെന്ന്, ഞാൻ അവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെയൊക്കെ പോയി. അപ്പം ഞാൻ അവൻ്റെ ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്കും അവൻ ഇച്ചിരി കളിപ്പിലൊക്കെ നിൽക്കുവാണ്, ബസ്സിലൊന്നും പോവാതെ. എന്താ ഇവരെന്നെ പിടിച്ച് നിർത്തിയേക്കുന്നത്, ടീച്ചർ എന്നെ പിടിച്ച് നിർത്തിയേക്കുന്നത് പറഞ്ഞ് കളിപ്പിലായിരുന്നു. അപ്പം ഞാൻ സ്ലോ മോഷനിൽ പിള്ളേരെയൊക്കെ കണ്ടിങ്ങനെ കയറിപ്പോയപ്പോഴത്തേനും അവൻ എന്നെ കണ്ടവളെ അവൻ ക്ലാസ്സിന് ഇങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു, ബാഗൊക്കെ തൂക്കിക്കൊണ്ട്. അവന് പോകാൻ പറ്റാത്ത വിഷമത്തിലിങ്ങനെ നിന്നിട്ട് ഞാൻ പിന്നെ ചടേന്ന് എന്നെ കണ്ടവളെ അവൻ ഓടി എൻ്റെ അടുത്ത് തന്നെ അങ്ങ് വന്നു. എന്താ പറയുക, അപ്പം അവൻ കുഞ്ഞ്. അപ്പം നമ്മൾ സ്റ്റെപ്പ് വരെ അങ്ങ് മേളിൽ വരെ ചെല്ലണം. സ്റ്റെപ്പ് വരെ മേളിൽ ചെന്ന് കണ്ടോടെ അവൻ ഓടി എൻ്റെ അടുത്ത് വന്ന്. അപ്പം മീറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് അവൻ ആദ്യമേ ചോദിച്ചു, എന്താ മമ്മി വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിന് വന്നേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനെ കൊണ്ട് പിന്നെ ഞാൻ അതേ കണക്കിന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം വൈകുന്നേരം ഇനിയിപ്പോൾ ബസ് കിട്ടുമല്ലേന്ന് അറിയത്തില്ല. അപ്പം അങ്ങേ അറ്റത്തെ ഫസ്റ്റ് ക്ലാസ്സാണ് അവൻ്റേത്. അപ്പോൾ ഓക്കെ മക്കളെ, ടാറ്റ ബൈ ബൈ.